നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള യുവ നടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നടനായിരുന്നു നിവിൻ പോളി. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായി നിവിൻ പോളിയുടെ സിനിമകൾ അത്രയങ്ങോട്ട് വിജയിക്കുന്നില്ല. അതുമല്ല, നിവിൻ പോളി സിനിമയിൽ നിന്നും വലിയൊരു ഗ്യാപ്പ് എടുത്ത് വിട്ടുനിൽക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ 2025 നിവിൻ പോളിയുടെ ഒരു വെബ് സീരീസ് റിലീസായിരുന്നു, ഫാർമ. ആ വെബ് സീരീസും വേണ്ടത്ര ശ്രദ്ധ നേടിയിരുന്നില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ രൂപഭംഗിയിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 2025 അവസാനിക്കുമ്പോൾ നിവിൻ പോളി ഒരു അടിപൊളി ചിത്രവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവം മായ. സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സർവമായയിലൂടെ നിവിൻ പോളിയുടെ വലിയൊരു തിരിച്ചുവരവാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. നടൻ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും. മലർവാടി ആർട്സ് ക്ലബിലൂടെ കരിയർ ആരംഭിച്ച നിവിൻ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിരുന്നു. എന്നാൽ ഇടയ്ക്ക് നിവിന്റെ സിനിമാ തിരഞ്ഞെടുപ്പുകൾ അത്ര മികച്ചതായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കാലമായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. എന്റർടൈൻമെന്റും ഹ്യൂമറുമൊക്കെ മാറ്റിപ്പിടിച്ചതായിരുന്നു നിവിന്റെ സിനിമാ ജീവിതത്തിലെ തിരിച്ചടിക്ക് കാരണമായത്. അതുകൊണ്ട് തന്നെ നിവിന്റെ തിയേറ്ററുകളിലേക്കുള്ള ഒരു മടങ്ങിവരവിനായി ആരാധകരും മലയാള സിനിമാ ലോകവും ഏറെ കാത്തിരിക്കുകയായിരുന്നു. പഴയ നിവിൻ പോളി തിരിച്ചു വരണം എന്ന് തന്നെയായിരുന്നു നടന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ ഏറ്റവും കൂടുതൽ കണ്ട കമന്റും. ഇപ്പോൾ ഇതാ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായയിലൂടെ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. സർവം മായയിലെ പ്രബേന്ദു എന്ന കഥാപാത്രം നിവിൻ പോളിക്ക് മാത്രം കൈവഴങ്ങുന്ന ഒന്നാണെന്ന് ആരാധകർ പറയുന്നു. ചില സീനുകളിൽ നിവിൻ നിൽക്കുന്ന പ്രത്യേക എക്സ്പ്രഷനുകളിൽ പോലും തിയേറ്ററിൽ വൻ കയ്യടിയായിരുന്നു. ഇമോഷണലായ ട്രാക്കിലൂടെ പോകുമ്പോഴും ചില ഡയലോഗുകൾ കൊണ്ട് നിവിൻ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട്. സർവമായ നിവിനിലെ എന്റർടൈനറെയും നടനെയും ഒരുപോലെ അടയാളപ്പെടുത്തിയ സിനിമയാണെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നു. ഏറെക്കാലമായി ആരാധകർ കാത്തിരുന്ന ഇതുപോലെയുള്ള നിവിന്റെ കഥാപാത്രത്തിന് വേണ്ടിയായിരുന്നു. ശരിക്കും ഇതാണ് ഒരു നടന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് പോലെ. 2010 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് നിവിൻ പോളി മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ സിനിമയ്ക്ക് തന്നെ നല്ല അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നീട് ട്രാഫിക്, സെവൻസ് തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് 2012 നിവിൻ പോളി ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയരുന്നത്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലെ വിനോദ് എന്ന കഥാപാത്രത്തെ ആരും തന്നെ മറന്നില്ല. ഇത് യുവാക്കളുടെ ഇടയിൽ ഒരു ഹരമായ ചിത്രമായി മാറുകയും ചെയ്തു. പിന്നീട് 2013 നേരം എന്ന ചിത്രത്തിലും അദ്ദേഹം നായകനായി എത്തി. ഇതും വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചത്. പിന്നീട് 1983 ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളിലാണ് നിവിൻ അഭിനയിച്ചത്. ഈ കാലഘട്ടത്തിൽ തന്നെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നിവിനെ തേടിയെത്തി. പിന്നീട് 2015 അദ്ദേഹം അഭിനയിച്ച പ്രേമം എന്ന ചിത്രം ആഗോളതലത്തിൽ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. ഇത് നിവിനെ തെന്നിന്ത്യൻ തലത്തിൽ തന്നെ പ്രശസ്തനാക്കി. 2016 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ മികച്ച ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഈ ചിത്രങ്ങളിലൂടെ തന്റെ അഭിനയ ശൈലി മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. 2016 എബ്രിഡ് ഷൈന്റെ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറായാണ് അദ്ദേഹം എത്തിയത്. ഈ ചിത്രം നിവിൻ പോളി തന്നെയായിരുന്നു നിർമ്മിക്കുകയും ചെയ്തത്. പിന്നീട് 2018 ബിഗ് ബജറ്റ് ചിത്രമായ കായംകുളം കൊച്ചുണ്ണിയിൽ അദ്ദേഹം നായകനായി. റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിൽ മോഹൻലാൽ ഒരു അതിഥി താരമായി എത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ മൂത്തോൻ എന്ന ചിത്രത്തിലെ പ്രകടനം നിവിനെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. പിന്നീട് സഖാവ്, ഹേയ് ജൂഡ്, ലവ് ആക്ഷൻ ഡ്രാമ, കനകം കാമിനി കലഹം, തുറമുഖം എന്നീ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു. ഇപ്പോൾ 2024 അദ്ദേഹം മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്. പിന്നീട് കുറെ നാളത്തേക്ക് അദ്ദേഹം സിനിമാ ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ തന്നെ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു അതിഥി താരമായി എത്തിയിരുന്നു. പിന്നീട് 2025 അദ്ദേഹം ഫാർമ എന്നൊരു വെബ് സീരീസിൽ അഭിനയിച്ചു. ഇപ്പോൾ ഇതാ വീണ്ടും അദ്ദേഹം നായകനായ ഒരു ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്, സർവമായ. ചിത്രത്തിന് എങ്ങും മികച്ച അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നത്. നിവിൻ പോളിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഫിലിം ഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട്.
1983 ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹത്തിന് 2014 മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. 2019 മൂത്തോൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ജൂറിയുടെ പ്രത്യേക പരാമർശവും നേടി.